السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു പേരാണത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ചിത്രം എൻ്റെ വിഷയം നിങ്ങളിലെത്തിക്കാൻ വേണ്ടി ഞാൻ വെക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും വിജ്ഞാനത്തിൻ്റെ നിറകുടം റസൂലിൽ നിന്ന് ഏറെയേറെ ഈമ്പിക്കുടിക്കുകയും ചെയ്ത ഉർവ, അദ്ദേഹത്തിൻ്റെ കാലിലൊരു രോഗം വന്നു. മാരകമായ ഒരു അർബുദമാണ്. രോഗത്തിന് ചികിത്സ തേടി അന്നത്തെ വൈദ്യന്മാരെ സമീപിച്ചു. വൈദ്യന്മാർ വിധിയെഴുതി കാല് മുറിക്കണം. കാല് മുറിക്കാൻ വേണ്ടി വൈദ്യന്മാർ ഒരുങ്ങുന്ന സമയത്ത് ചില സഡേഷൻ പ്രക്രിയകൾ അദ്ദേഹത്തിന് അവർ പറഞ്ഞു കൊടുത്തു. ഉർവ അത് ചെവിക്കൊണ്ടില്ല. അദ്ദേഹം അവരോട് പറഞ്ഞു, ദറീനി അതഅബ്ബദു മഅ റബ്ബി, എന്നെ നിങ്ങൾ വിട്, ഞാൻ എൻ്റെ റബ്ബിനോട് സംവദിക്കട്ടെ, സംസാരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാനേറെ ഇഷ്ടപ്പെടുന്നവൻ, പ്രിയപ്പെട്ടവനോട് ഇഷ്ടപ്പെടുന്നവനോട് സംസാരിക്കുമ്പോൾ എല്ലാ ദുഃഖങ്ങളും നമ്മളെല്ലാവരും മറന്നുപോകും. അതാണല്ലോ നമുക്കെല്ലാവർക്കും പരിചയമുള്ളത്. ഉർവ അല്ലാഹുവുമായി സംഭാഷണം നടത്താൻ ആരംഭിച്ചു, മുനാജാത്ത് നടത്താൻ ആരംഭിച്ചു. തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശ്വാസി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്, സ്നേഹിക്കേണ്ടത് ആരെയെന്ന് ചോദിച്ചാൽ റബ്ബിനെയായിരിക്കണം. ആ റബ്ബുമായി ഉള്ള സംസാരം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സംസാരം ആരംഭിച്ചാൽ നിങ്ങളെൻ്റെ കാല് മുറിക്കാൻ ആരംഭിക്കുക. അദ്ദേഹം സ്വലാത്തിലേക്ക് പ്രവേശിച്ചു. റബ്ബുമായുള്ള സംസാരത്തിൻ്റെ പേരാണ് സ്വലാത്ത് എന്നത്. ഒരു പക്ഷേ നമ്മളറിയാതെ ആ സ്വലാത്ത് എന്ന് ഇസ്ലാം പഠിപ്പിച്ച ആ കർമ്മത്തെ അറിയാതെ നാം നമസ്കാരം എന്ന് പരിഭാഷപ്പെടുത്തിപ്പോയിട്ടുണ്ട്. സ്വലാത്ത് കേവല നമസ്കാരമല്ല. സ്വലാത്ത് സിലത്തിൽ നിന്ന് വന്നതാണ്. സിലത്ത് ആരുമായാണ്? റബ്ബുമായുള്ള സിലത്ത്. സിലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബന്ധമാണ്, ബന്ധപ്പെടലാണ്. പടച്ച റബ്ബുമായുള്ള സിലത്ത് അഥവാ ബന്ധമാണ്, ബന്ധപ്പെടലാണ് സ്വലാത്ത്. ഉർവ സ്വലാത്തിലേക്ക് പ്രവേശിച്ചു. ഒരു കത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാല് മുറിക്കാനും ആരംഭിച്ചു. മുറിച്ച് എല്ലിനടുത്തെത്തി. ഇനി ആ കത്തി കൊണ്ട് തൻ്റെ കാല് മുറിക്കാൻ സാധ്യമല്ല. വൈദ്യന്മാർ ഉർവയെ ശ്രദ്ധിച്ചു. ചരിത്രം വിശദീകരിക്കുന്നത്, ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഫലം യൽതഫിത്ത്, അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നേയില്ല. അദ്ദേഹം വേദന അനുഭവിക്കുന്നേയില്ല.
എങ്ങനെ അനുഭവിക്കാനാണ്, എങ്ങനെ അറിയാനാണ്? ഉർവയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുമായുള്ള സംസാരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം കത്തിയെടുത്തു, അതിന് പകരം ഒരു ഈർച്ചവാൾ കൊണ്ടുവന്നു. ഹദീസ് ഗ്രന്ഥങ്ങൾ പ്രയോഗിച്ച പദം മിൻഷാർ എന്നാണ്, ഈർച്ചവാൾ. ഈർച്ചവാൾ കൊണ്ട് ഉർവയുടെ എല്ല് ഈർന്നു മുറിക്കുകയാണ് ഉർവ. എന്നിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം മുറിച്ചു കഴിഞ്ഞ ശേഷം അന്നത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ രീതി അനുസരിച്ച് തിളപ്പിച്ച ഒലീവ് എണ്ണ കൊണ്ട് അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള ബാക്ടീരിയകൾ വന്നതിനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി തിളപ്പിച്ച ഒലീവെണ്ണ ഒഴിക്കും. ഒലീവെണ്ണ ഒഴിച്ചു. അതോടുകൂടി ഉർവക്ക് ബോധക്ഷയം സംഭവിച്ചു. ഒരല്പസമയം കഴിഞ്ഞ് ഉർവക്ക് ബോധം വന്നു. ഉർവ ബോധം വന്നപ്പോൾ ചോദിച്ച ഒരു ചോദ്യം, ഹൽ ഇൻതഹൈതും, കഴിഞ്ഞോ നിങ്ങളുടെ പണി എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊക്കെ ഇന്ന് നമസ്കരിച്ചു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഇന്ന് സ്വലാത്ത് നടത്തി. 2 സ്വലാത്തുകൾ, ഒരുപാട് അനൗൺസ്മെൻറ്റുകൾ. ആ സ്വലാത്തുകൾക്ക് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്വലാത്ത്? എന്തായിരിക്കണം ഈ സ്വലാത്ത്? ഈ സ്വലാത്ത് എന്നത് നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ, പ്രാഥമിക പ്രക്രിയകൾ നിർവഹിക്കുന്നത് പോലെ ജീവിതത്തിലെ ഒരു സ്ഥിരം, ഒരു റോട്ടീൻ വർക്കാണോ സ്വലാത്ത്? ഒരിക്കലുമായി പോകരുത്. സ്വലാത്ത് എന്നത് എല്ലാവിധ വേദനകളിൽ നിന്നും, എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടാനുള്ള, നമ്മുടെ റബ്ബുമായുള്ള, ആരുമായല്ല, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട നമ്മുടെ റബ്ബുമായുള്ള സംസാരമായിരിക്കണം. അതാണ് പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാ, ബിസ്സബ്രി വസ്സലാ. വിശ്വാസികളെ, നിങ്ങൾക്ക് സബറും സ്വലാത്തും ഇസ്തിആനത്തിനുള്ള ഉപകരണമാകണം. എന്താവശ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, എന്ത് വേദനകൾ വന്നാലും അവയെല്ലാം മറക്കുവാനും അവയെല്ലാം നമ്മുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കുവാനും പടച്ച റബ്ബ് നൽകിയ അവസരമാണ് സലാത്ത്. അതുകൊണ്ടാണ് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസബഹു അംറുൻ യുസല്ലി, നമുക്ക് ഗ്രഹണ നമസ്കാരം ഉണ്ടായത് അതുകൊണ്ടാണ്. അന്തരീക്ഷത്തിനൊരു മാറ്റം വരുന്നു, സൂര്യനെ കാണുന്നില്ല, മേഘപടലങ്ങൾ വന്ന് മൂടിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ലോകത്തിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് റസൂലുള്ളാഹിക്കറിയാം. റസൂലുള്ള പേടിച്ചു വിറച്ചു ഓടി പള്ളിയിലേക്ക് നമസ്കരിച്ചു. അവിടെ നിന്നാണ് ഗ്രഹണ നമസ്കാരം ഉണ്ടായത്. എൻ്റെ സുഹൃത്തുക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മളും അങ്ങനെയായിരിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഏറ്റവും ഇഷ്ടപ്പെട്ട റബ്ബുമായുള്ള മുനാജാത്താണ്, രഹസ്യവർത്തമാനമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ രഹസ്യവർത്തമാനം, സ്വലാത്തിന് വേണ്ടിയുള്ള വിളി പോലും നമ്മെ കോരിത്തരിപ്പിക്കണം. അല്ലാഹു അക്ബർ എന്ന വിളി. അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ടത്, ഇത്തരത്തിലുള്ള കടുപ്പമുള്ള ഒരു വിളിക്ക് ഞാൻ ഈ ലോകത്തിൻ്റെ അവസാനത്തിന് സാക്ഷിയാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിളിക്ക് ഞാൻ കാതോർക്കേണ്ടവനാണ്. വസ്തമിഅ യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ് യൗമ യസ്മഊന അസ്സൈഹത ബിൽ ഹഖ് ദാലിക യൗമുൽ ഖുറൂജ്. അതൊരു വല്ലാത്ത ദിവസമാണ്. സുഖമായി സുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു വിളിയുണ്ട്. ആ ഒരു വിളിയാണ് നമസ്കാരത്തിൻ്റെ അല്ലാഹു അക്ബർ എന്ന അദാൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്. ഓടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അക്ബർ. ജീവിതത്തിലുള്ള എല്ലാ സംഗതികളും അവിടെ അവസാനിക്കണം. ഇമാം ഗസാലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ദീർഘമായ സമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയിൽ പ്രവൃത്തി അവസാനിക്കാനുള്ള സൈറൻ മുഴങ്ങിയാൽ ഏതുപോലെ നിശ്ചലമാകുമോ
അതുപോലെ വിശ്വാസി തൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിശ്ചലമാക്കണം. അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ അതാണ് സ്വലാത്ത്. അങ്ങനെയാണ് സ്വലാത്ത് തുടങ്ങേണ്ടത്. നിങ്ങൾക്കറിയില്ലേ കൂട്ടുകാരെ, ആ അദാനിന് മറുപടി പറയേണ്ടവരാണല്ലോ നാം. നമ്മുടെ നേതാവ് നമ്മെ പഠിപ്പിച്ചു, ആ അദാനിന് നിങ്ങൾ മറുപടി പറയുന്നത് മിൻ ഖൽബി, നിങ്ങളുടെ മനസ്സിൽ നിന്നാണെങ്കിൽ ദഖലൽ ജന്ന, പോകാനുള്ളത് സ്വർഗത്തിലേക്കാണ്. നോക്കൂ നിങ്ങൾ, എന്തൊരു മനോഹരമാണ് നമ്മുടെ നേതാവിൻ്റെ ആ സ്വർഗത്തെക്കുറിച്ചുള്ള സംസാരം. അതായിരിക്കണം ബാങ്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹദി ആയിഷ പറയുന്നു, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസുനാ വനുഹദ്ദിസുഹു. റസൂൽ ഞങ്ങളോട് സംസാരിക്കുകയായിരിക്കും, ഞങ്ങളും അദ്ദേഹവുമായി സംസാരിക്കുകയായിരിക്കും. വയുലാഇബുനാ വനുലാഇബുഹു, ഞങ്ങൾ വീട്ടുകാർ റസൂലുള്ളാഹിയുമായി കളിക്കുകയായിരിക്കും, അദ്ദേഹം ഞങ്ങളുമായി കളിക്കുകയായിരിക്കും. പക്ഷേ ഫഇദാ ഹദറത്തിസ് സ്വലാ കഅന്നഹു ലാ യഅരിഫുനാ, അറിയണം നാം, നമസ്കാരത്തിന് വേണ്ടിയുള്ള സ്വലാത്തിന് വേണ്ടിയുള്ള അദാൻ കേട്ടാൽ ഞങ്ങളോടൊപ്പം കളിച്ചിരുന്ന സംസാരിച്ചിരുന്ന റസൂലുള്ളാഹി കഅന്നഹു ലാ യഅരിഫുനാ, പിന്നെ ഞങ്ങൾ അറിയുകയില്ല, അറിയാത്തതുപോലെ. ആലോചിച്ച് നോക്കൂ, ഇതായിരിക്കണം നാമും. ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളിലാണ് നാം ഉള്ളത്. അവിടെയൊക്കെ ഈ അദാനിൻ്റെ ശബ്ദം നമ്മളൊക്കെ കേൾക്കും. ആ അദാനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇതെനിക്കൊരു വിഷയമല്ല എന്ന് പറയുന്നതിന് പകരം ഈ ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ആയിഷ ബീവി പറഞ്ഞു തന്ന ഈ ചരിത്രം നമ്മളും അത്തരക്കാരിൽ പെടണം. അതാണ് സ്വലാത്ത്. അവിടെ നിന്നാണ് സ്വലാത്ത് ആരംഭിക്കുന്നത്. എന്ന് നിങ്ങൾ നോക്കൂ, ആ സ്വലാത്തിന് വേണ്ടി നമ്മളൊക്കെ ചെയ്യാറുള്ള ഒരു കർമ്മമാണ് വുദു. സ്വലാത്ത് അള്ളാഹുവിനോട്, അഥവാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ റബ്ബിനോട് വർത്തമാനം പറയാൻ വേണ്ടി ഞാൻ ശുദ്ധിയാകണം. അതാണല്ലോ വുദു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വുദു ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലുള്ളത്? നമ്മളിതാ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളവനോട് സംസാരിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ പരിപൂർണ ശുദ്ധിയുള്ളവനായിരിക്കണം, വൃത്തിയുള്ളവനായിരിക്കണം, ഭംഗിയുള്ളവനായിരിക്കണം. അതിനല്ലേ വുദു? അതിന് തന്നെയാണ് വുദു. അത് കേവലം ബാഹ്യമായ വൃത്തി മാത്രമല്ല. റബ്ബിനെ കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ എൻ്റെ മുഖം ചുവന്നതുകൊണ്ട് കാര്യമില്ല, എൻ്റെ കൈകൾ ശുദ്ധിയായതുകൊണ്ട് കാര്യമില്ല, ഞാൻ ആസകലം ശുദ്ധിയാകണം. അതുകൊണ്ടാണ് വുദു എന്ന പ്രക്രിയയെക്കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അത് കേവലം നമ്മുടെ അവയവങ്ങളിലുള്ള പൊടിപടലങ്ങൾ തട്ടിമാറ്റാനുള്ളതല്ല, മറിച്ച് ആ അവയവങ്ങളെ കൊണ്ടൊക്കെ നാം അതുവരെ ചെയ്ത മുഴുവൻ തെറ്റുകളും പാപങ്ങളും ആ വുളുവിന്റെ അവസാനത്തെ തുള്ളി വെള്ളത്തിന്റെ കൂടെ ഒലിച്ചു പോകണം. പോരാ, അതും പോരാ, എൻ്റെ മനസ്സിനകത്ത് പോലും ഒട്ടും അഴുക്ക് ബാക്കിയാകരുത്. വുളു ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് അങ്ങനെ ആയിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ വുളു കഴിഞ്ഞിട്ട്, അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. ആലോചിച്ച് നോക്കൂ, എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ആശയം. റബ്ബേ, എന്നെ നീ തെറ്റുകളിൽ നിന്ന് മുക്തമായവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം, എന്നെ നീ ശുദ്ധീകരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. വുളുവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്തും അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്, വലാകിൻ ലിയുതഹിറകും ബി. വുളു നിങ്ങളെ ശുദ്ധീകരിക്കാനാ, കേവല ഭൗതിക ശുദ്ധിയല്ല, ആന്തരിക ശുദ്ധി. ഞാൻ ക്ലീനായി, മനസ്സ് വൃത്തിയായി, എനിക്ക് റബ്ബിൻ്റെ മുമ്പിൽ ചെന്നു നിൽക്കാം. അവിടെയാണ് നമ്മുടെ മുനാജാത്ത് തുടങ്ങുന്നത്. എങ്ങനെയാണ് നാം ചെന്നു നിൽക്കേണ്ടത്? അനുസരണമുള്ള ഒരടിമയെപ്പോലെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവനെ കാണുന്നത് പോലെ, ഏറ്റവും പ്രിയപ്പെട്ടവനോട് സംസാരിക്കുന്നത് പോലെ പോരാ. നാം അറിയണം, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നിന്നിരുന്ന രൂപം പഠിപ്പിക്കുന്നു. അഖൂമു ഇലാ സ്വലാത്തി, ഞാൻ എൻ്റെ സ്വലാത്തിന് വേണ്ടി നിൽക്കും. വ അജഅലുൽ കഅബത ബൈന ഹാജിബി, എൻ്റെ കൺമുമ്പിൽ ഞാൻ കഅബയെ വെക്കും. വസ്സിറാത തഹ്ത ഖദമി, എനിക്ക് ഖിയാമത്തിൽ നടന്നു പോകാനുള്ള സിറാത്തായിരിക്കും. ഞാൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ സ്വലാത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ പാദങ്ങൾക്ക് താഴെ ഉണ്ടാവുക. വൽ ജന്നത്തു അൻ യമീനി, സ്വർഗമാണ് എൻ്റെ വലതുഭാഗത്ത്. വന്നാറു അൻ യസാരി, എൻ്റെ ഇടതുഭാഗത്ത് നരകമാണ്. വ മലക്കുൽ മൗത്ത് അലാ റഅസി,
എൻ്റെ തലയിൽ മലക്കുൽ മൗത്ത് വന്നിരിക്കുന്നു. അളുന്നുഹ ആഖിറു സ്വലാത്തി. ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമാണെന്നാണ്, അവസാനത്തെ സ്വലാത്താണെന്നാണ്. ഇതാണ് സ്വലാത്ത്. ഇനി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവനോട് സംവദിക്കാൻ സമയം കിട്ടുകയേയില്ല. ഇത് അവസാനിക്കുകയാണ്. പറയാനുള്ളതെല്ലാം പറയണം, ഇഷ്ടത്തോടെ സ്നേഹത്തോടെ പറയണം. അതൊരു വല്ലാത്ത സംസാരമായിരിക്കും. അതാണ് സ്വലാത്ത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ സ്വലാത്തിലെ ഭൂരിഭാഗം സമയവും നാം രഹസ്യം പറയുകയാണ്. പരസ്യമല്ല, രഹസ്യം, അതീവ രഹസ്യം. എവിടെ നിന്ന് തുടങ്ങുന്നു? അതിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന മുതൽ രഹസ്യമാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. നാഥ, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥ, ഞാൻ എൻ്റെ മുഖത്തെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭൗതികമായ കേവല മുഖത്തെയല്ല റബ്ബേ, എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ നീ മാത്രമാണുള്ളത്, നിന്നെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണുള്ളത്. എൻ്റെ മനസ്സ് നിറയെ നീയാണ് റബ്ബേ, നിന്നിലേക്കാണ് എൻ്റെ എല്ലാം. എൻ്റെ കണ്ണും എൻ്റെ കരളും എൻ്റെ മനസ്സും എൻ്റെ ചിന്തയും എല്ലാം എല്ലാം എല്ലാം. പറ്റുമോ നമുക്ക് അങ്ങനെ വന്ന റബ്ബുമായി സംവദിക്കാൻ? സാധിക്കണ്ടേ നമുക്ക് സഹോദരങ്ങളെ? സാധിക്കണം. അതിനാണ് അലി ഇബ്നു അബീ താലിബ് നമസ്കാരത്തിന് നിന്ന രീതി ഞാൻ പറഞ്ഞത്. അങ്ങനെ നമസ്കരിക്കൂ, ഒരു 2 റക്അത്ത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ജീവിതത്തിൽ ഇത്രമാത്രം ഒരു ആനന്ദം ലഭിക്കുന്ന മറ്റൊരവസരം ഉണ്ടാവുകയില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട റബ്ബിൻ്റെ കൂടെ എല്ലാം മറന്ന് ആ റബ്ബിൽ ലയിച്ച്, റബ്ബുമായുള്ള സംസാരത്തിൽ ലയിച്ച്, റബ്ബുമായുള്ള മൗന സംസാരത്തിൽ ലയിച്ച് ആനന്ദം കൊള്ളുന്ന വല്ലാത്ത ഒരവസ്ഥ. അതാണ് സ്വലാത്ത്. അങ്ങോട്ടെത്തണം നാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞത്, ഇദാ ഖുംത ഇലാ സ്വലാത്തിക് ഫസല്ലി സ്വലാത മുവദ്ദിഅ. നിൻ്റെ നമസ്കാരത്തിന് വേണ്ടി നീ എഴുന്നേറ്റ് നിന്നാൽ നിൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമായിരിക്കുമെന്നാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ദുആഉൽ ഇസ്തിഫ്താഹ് അഥവാ പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് നിർബന്ധമായി ചൊല്ലേണ്ട ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നു. ഫാത്തിഹ ഒരു സാധാരണ ഖുർആനിലെ ആയത്തല്ല, ഒരു സൂറത്തല്ല. നമസ്കാരത്തിൽ ഫാത്തിഹ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ റസൂലുള്ളാഹി പറഞ്ഞ ഒരു വല്ലാത്ത സന്തോഷം തികട്ടി വരണം. അതെന്താണെന്നോ, ഫാത്തിഹയിലെ ഓരോ വചനങ്ങളും നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ പറയുന്നത് നമ്മുടെ വചനമല്ല. നമ്മൾ ആരോടാണോ സ്വകാര്യം പറയുന്നത്, ആരുടെ മുമ്പിലാണോ ഇഷ്ടത്തോടെ ചെന്ന് നിൽക്കുന്നത്, ആരുടെ കാരുണ്യത്തെയാണോ നാം ആഗ്രഹിക്കുന്നത്, അവൻ്റെ വർത്തമാനം അത് പറയുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മളറിയാതെ റബ്ബ് പറയുന്നു ഹമിദനി അബ്ദി, ഹമിദനി അബ്ദി. ഓ, എൻ്റെ അടിമ എത്ര നല്ല അടിമ, അവൻ എന്നെ സ്തുതിച്ചല്ലോ. അർ-റഹ്മാനുർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ നാഥൻ എന്ന് പറയുമ്പോൾ റബ്ബ് മറുപടി പറയുന്നു അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വല്ലാതെ പുകഴ്ത്തിയല്ലോ, എന്തൊരു നല്ല അടിമ. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ റബ്ബ് പറയുന്നു മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ വല്ലാതെ ബഹുമാനിച്ചല്ലോ, ആദരിച്ചല്ലോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ റബ്ബ് പറയുന്നു ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. ഈ പറഞ്ഞത് എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള ഒരു ബിസിനസ്സാണ്. തീർച്ചയായും എൻ്റെ അടിമ ആഗ്രഹിച്ചത് ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. യഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയുന്നു ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ. അതെ, ഇതെൻ്റെ അടിമ എന്നോട് ചോദിച്ചത് അതവനുള്ളതാണ്, അതവന് ഞാൻ നൽകുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഫാത്തിഹ. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ സ്വലാത്തിലെ ഫാത്തിഹ ഇതായിരിക്കണം. ചെവിയോർക്കണം. നമ്മളറിയാതെ നമ്മുടെ റബ്ബ് ഫാത്തിഹയിലെ ഓരോ വരികളും നാം ഉച്ചരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പറയുന്ന മറുപടി നമ്മുടെ മനസ്സിലുണ്ടാകണം. അതായിരിക്കണം സ്വലാത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തുടർന്ന് അങ്ങോട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു. ഖുർആൻ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. നമ്മൾ അറിയണം, മുസ്ലിം എന്ന് പറഞ്ഞത് കേവലം ഒരു പേരല്ല. വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. തുടർന്ന് റബ്ബിൻ്റെ മുമ്പിൽ റുക്കൂ ചെയ്യുന്നു, കുനിയുന്നു.
റബ്ബിൻ്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിലും കുനിയാൻ ഞാൻ തയ്യാറല്ല. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് എൻ്റെ റബ്ബിനെ. അതുകൊണ്ട് റബ്ബിൻ്റെ മുന്നിൽ കുനിഞ്ഞ് ഞാൻ പറയുന്നു സുബ്ഹാന റബ്ബിയൽ അലീം. അതൊരു വല്ലാത്ത വാക്കാ. നേരത്തെ കേവി പറഞ്ഞില്ലേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് സുബ്ഹാന റബ്ബിയൽ അലീം. റബ്ബിനെ പരിശുദ്ധിപ്പെടുത്തുമ്പോൾ, റബ്ബിനെ മഹത്വപ്പെടുത്തുമ്പം റബ്ബ് നമ്മളുമായി കൂടുതൽ അടുക്കുന്നു. തീർന്നില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് സമി അല്ലാഹു ലിമൻ ഹമിദ, അതൊരു സത്യപ്രസ്താവനയാണ്. അതെ, പ്രശംസിച്ചവരുടെ പുകഴ്ത്തിയവരുടെ എല്ലാം പുകഴ്ത്തൽ അല്ലാഹു കേട്ടിരിക്കുന്നു എന്നെനിക്കുറപ്പുണ്ടെന്ന് ഞാൻ പറയുന്നു. സുജൂദിലേക്ക് പോകുന്നു. സുജൂദ് ഒരു വല്ലാത്ത അനുഭവമാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചത് നിന്റെ റബ്ബുമായി നാം ഏറ്റവും കൂടുതൽ അടുത്ത സന്ദർഭം അല്ലേ, മണ്ണും തമ്മിൽ സംബന്ധിക്കുന്ന അവസരം. ഞാൻ മണ്ണാണ്, മനുഷ്യനായ ഞാൻ മണ്ണാണ്. മണ്ണായ എന്നെ ഞാൻ മണ്ണിലേക്ക് വെക്കുന്നു. സുബ്ഹാന റബ്ബിയൽ അലാ. അറിയണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവനുമായി നിങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്നു. നിങ്ങൾ ചുംബിച്ചിട്ടുള്ളത്, നിങ്ങൾ തല വെച്ചിട്ടുള്ളത്, മൂക്ക് വെച്ചിട്ടുള്ളത്, മുഖം വെച്ചിട്ടുള്ളത്, കൈ വെച്ചിട്ടുള്ളത്, കെട്ടിപ്പിടിച്ച് നിങ്ങൾ ചുംബിച്ചിട്ടുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ കൽപ്പനയാണ്. അതാണ് സുജൂദ്. ഫസ്ജുദു ലില്ലാഹി വഅബ്ദു, ഫസ്ജുദു ലില്ലാഹി വഅബ്ദു. ആ റബ്ബിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യേണ്ട നാം റബ്ബുമായി അടുത്തിരിക്കുന്നു. എന്തും പറയാം, എന്തും ചോദിക്കാം. റബ്ബിന് ഇഷ്ടമാണ് ചോദിക്കുന്നത്. ചോദിച്ചു കൊള്ളുക. നിർബന്ധ നമസ്കാരമല്ലാത്തപ്പോഴെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ, എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രശ്നങ്ങളും റബ്ബിലേക്ക് ഉയർത്തേണ്ട വല്ലാത്ത സന്ദർഭം, അവസരം. കൂട്ടരെ, സഹോദരങ്ങളെ, അതാണ് സുജൂദ്. എഴുന്നേൽക്കുന്നു, വീണ്ടും ഇരിക്കുന്നു വിശ്രമിക്കാൻ വേണ്ടി. അപ്പോഴും റബ്ബിനോട് പറയുന്നു റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എനിക്ക് പറഞ്ഞിട്ട് പൂതി തീരുന്നില്ല റബ്ബേ. എന്നോട് പൊറുക്കണം, എന്നോട് കരുണ കാണിക്കണം, എനിക്ക് ഹിദായത്ത് തരണം, എനിക്ക് ഉപജീവനം നൽകണം, എൻ്റെ ജീവിതം വിശാലമാക്കി തരണം, എനിക്ക് വിജ്ഞാനം തരണം. എല്ലാം അതിൽ ഉൾപ്പെട്ടു. വല്ലാത്ത ഒരു പ്രാർത്ഥന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഇരുത്തം കേവല വിശ്രമത്തിൻ്റെ ഇരുത്തമല്ല, വീണ്ടും സുജൂദിലേക്ക് പോകാനുള്ള ഇരുത്തമാണ്. സുജൂദ് ഒരു വല്ലാത്ത സന്ദർഭമാണ്, അവസരമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശക്തി ആവശ്യമുള്ള, പവർ ആവശ്യമുള്ള സന്ദർഭം. എന്തിനാണ് ആ പവർ? റബ്ബിൻ്റെ മുമ്പിൽ തലകുനിക്കാൻ, റബ്ബിനോട് ചോദിക്കാൻ. അവസാനം ആ നമസ്കാരത്തിൻ്റെ അന്ത്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അത്തഹിയ്യാതു ലില്ലാഹ്, അത്തഹിയ്യാതു ലില്ലാഹ്. ആരോടാണ് അഭിവാദ്യം പറയുന്നത്? അത്തഹിയ്യാതു ലില്ലാഹ്. ആരോടാ അഭിവാദ്യം പറയുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട റബ്ബേ, നിനക്ക് അഭിവാദ്യം. ഞാൻ ഇനിയും തിരിച്ചു വരും. അത്തഹിയ്യാതു ലില്ലാഹ്. തുടർന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ബാക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ സ്വലാത്ത്. ഇതായിരിക്കണം നമ്മുടെ സ്വലാത്ത്. ഈ സ്വലാത്തിൻ്റെ ജീവൻ നമ്മളെല്ലാവരും അറിയണം. ഒരുപക്ഷേ പ്രാഥമിക മദ്രസകളിൽ നിന്നൊക്കെ ഈ സ്വലാത്തിൻ്റെ പലതും പഠിച്ചിട്ടുണ്ടാകും, ഷർത്തുകളും ഫർളുകളും പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ സ്വലാത്തിൻ്റെ ജീവൻ ഇതൊന്നുമല്ല. ഈ സ്വലാത്തിൻ്റെ ജീവൻ നിങ്ങളുടെ മനസ്സും റബ്ബുമായുള്ള ബന്ധമാണ്. അതിന് ഖുർആൻ പ്രയോഗിച്ച പദം ഖുശൂ എന്നാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. തീർച്ചയായും പരാജയമില്ലാത്ത വിജയം വിശ്വാസികൾക്ക് ലഭിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. അഫ്ലഹ, അറബി ഭാഷ അതാണ് പഠിപ്പിക്കുന്നത്. പരാജയമില്ലാത്ത വിജയത്തിൻ്റെ പേരാണ് ഫലാഹ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. എന്താ കാര്യം? നമസ്കാരത്തിൽ അവർക്ക് ഖുശൂ ഉണ്ടായിരിക്കുന്നു. എന്താണ് ഖുശൂ? ഖുശൂ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അൽ ഇൻകിസാർ വദ്ദുൽ ബൈന യദൈ മലിക്കുൽ മുലൂക്ക്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മലിക്കുൽ മുലൂക്കായ, റഹ്മാനായ, റഹീമായ റബ്ബിൻ്റെ മുമ്പിൽ എൻ്റെ മനസ്സ് തുറന്നെല്ലാം സമർപ്പിക്കുക. അതിനാണ് നമുക്കാവേണ്ടത്. അതായിരിക്കണം സ്വലാത്ത്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ സ്വലാത്ത് അതായിരിക്കണം. അതുകൊണ്ടാണ് അസ്വലാത്തു ബിലാ ഖുശൂഇൻ കൽ ജസദി ബിലാ റൂഹ്. ഖുശൂ ഇല്ലാത്ത
നമസ്കാരം ആത്മജീവനില്ലാത്ത ശരീരം പോലെയാണ്. ഒന്നിനും പറ്റില്ല, ഒന്നിനും കൊള്ളില്ല, നമുക്കത് പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, നമുക്കറിയാം, നമുക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത് നമസ്കാരത്തിൻ്റെ ഈ ഭാഗമാണ്. ഒരുപാട് നമ്മൾ നമസ്കരിച്ചു, പക്ഷേ നമസ്കാരത്തിൻ്റെ ഈ ആസ്വാദനം അനുഭവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചില്ലല്ലോ. ഇനി അങ്ങോട്ട് നമുക്ക് സാധിക്കണം. ഈ പ്രോഫ്കോൺ അതിനൊരു നിമിത്തമാകണം. ഇന്ന് പ്രോഫ്കോൺ അവസാനിച്ച് നാളെ നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഇനി അങ്ങോട്ടുള്ള നമസ്കാരങ്ങൾ മുഴുവൻ നമുക്ക് ഈ രൂപത്തിൽ പടച്ച റബ്ബുമായി അടുക്കാൻ സാധിക്കുന്ന, ബന്ധപ്പെടാൻ സാധിക്കുന്ന, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആവലാദികളും ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് പറയാൻ സാധിക്കുന്ന ഖുശൂഉള്ള, ഒരിക്കലും പരാജയം സംഭവിക്കാത്ത വിജയത്തിൻ്റെ ഉടമയാകുന്ന നമസ്കാരക്കാരനാകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരു ജീവിതത്തെക്കുറിച്ച്, അവ്വലു മാ തഫ്ഖിദൂന മിൻ ദീനിക്കും അൽ ഖുശൂ' വആഖിറു മാ തഫ്ഖിദൂന മിൻ ദീനിക്കും അസ്സലാ. നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങൾക്കാദ്യം നഷ്ടപ്പെടുക ഈ ഖുശൂ' ആയിരിക്കും. ചിന്തിച്ചു നോക്കൂ, നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നു. പിശാച് നമ്മെ എവിടെയൊക്കെയോ കൊണ്ടുപോകുന്നു, എവിടെയൊക്കെയോ ഏതൊക്കെയോ ചിന്തകൾ. ഇല്ല, ഇനി നമുക്ക് സാധിക്കണം. അല്ലാഹു അക്ബർ എന്ന് തക്ബീറിന് വേണ്ടി കൈ ഉയർത്തുമ്പോൾ ആ കൈ ഉയർത്തിയത് ഒരു കടുപ്പമുള്ള ഉയർത്തലാവണം. ഇല്ല പിശാചേ, ഇല്ല, ഇല്ല ചിന്തകളെ, ഇല്ല. ഇനി മുതൽ എൻ്റെ സ്വലാത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് മുതൽ ഇത്തരം ചിന്തകൾക്കൊരു സ്ഥാനവുമില്ലെന്ന് പറയാൻ നമുക്കാകണം. അതാണ് ഹുദൈഫ പഠിപ്പിച്ചത്. നമ്മുടെ ദീനിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്നത് ഖുശൂ ആണ്, അവസാനം നഷ്ടപ്പെടുന്നത് സ്വലാത്തുമാണ്. നമസ്കാരക്കാർ ഏറെയുണ്ട്, മുസല്ലികൾ ഏറെയുണ്ട്, പക്ഷേ ആ സ്വലാത്തുകൾ ഫലം ചെയ്യാത്ത സ്വലാത്തുകളായി മാറുന്നു. നമുക്ക് അവസാനിപ്പിക്കാനാവണം ഇത്. സഹോദരങ്ങളെ, ഞാനിത് അവസാനിപ്പിക്കുന്നത് റസൂലുള്ളാഹിയുടെ ഒരു വാചകം നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ്. ആ വാചകം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുക. ഇവിടെ എത്താൻ സാധിക്കാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക, സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, മൻ സല്ലാ ലില്ലാഹി റകഅതൈനി ലം യുഹദ്ദിസ് നഫ്സഹു ഫീഹിമാ ബിശൈഇൻ മിനദ് ദുനിയാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ 2 റക്അത്ത് സ്വലാത്ത് നടത്തിയാൽ, പക്ഷേ ആ സ്വലാത്തിനൊരു പ്രത്യേകതയുണ്ട്. ദുനിയാവിനെക്കുറിച്ചുള്ള ഒരു സംസാരവും നിൻ്റെ മനസ്സ് ആ സ്വലാത്തിൽ നിന്നോട് സംസാരിക്കരുത്. ദുനിയാവിൻ്റെ എല്ലാ ചിന്തകളെയും അവസാനിപ്പിച്ചുകൊണ്ട്, അതവിടെ ബാക്കി വെച്ചുകൊണ്ട്, അത്തരത്തിലുള്ള ഒരു സംസാരവുമില്ലാത്ത ഒരു 2 റക്അത്ത് നമസ്കാരം, അഥവാ പിശാചിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ലാഞ്ച പോലും വരാത്ത 2 റക്അത്ത് നമസ്കാരം, 2 റക്അത്ത് നമസ്കാരം. എന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു പദമായിരിക്കും ഇത്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുക്കെ പൊറുക്കപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷവാർത്തയായി പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു രൂപമാകട്ടെ നമ്മുടെ സ്വലാത്തിന്. സ്വലാത്ത് എന്നത് നമ്മുടെ റബ്ബുമായി, നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന റബ്ബുമായുള്ള സംസാരമാണ്, രഹസ്യ വർത്തമാനമാണ്, മുനാജാത്താണ്. അതുകൊണ്ട് തന്നെ അത് നമുക്കിഷ്ടമാകണം. അതൊന്ന് തീർന്നു കിട്ടട്ടെ എന്നല്ല. പലരും അങ്ങനെയാണ് പറയാറുള്ളത്, നിസ്കാരമാണ്, നിസ്കരിച്ച് അതാണ് തീർന്നല്ലോ. അല്ല, അതാവാൻ കൊതിക്കണം, ആഗ്രഹിക്കണം. ബാങ്ക് കേൾക്കാൻ, അദാൻ കേൾക്കാൻ, ളുഹ്റാകാൻ, അസറാകാൻ, മഗ്രിബാകാൻ, അല്ലേ? പാതിരാക്കുറക്കം വരാത്ത സമയത്ത് പോലും റസൂലുള്ളാഹി ചെയ്തത് ഓടിച്ചെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാതിരാക്കുറക്കം വരാത്ത രാത്രികളിൽ ചെയ്തത് ഓടിച്ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് ആകാശത്തേക്ക് നോക്കി. സൂറത്ത് ആലി ഇമ്രാനിലെ അവസാനത്തെ 190, 191 വചനങ്ങൾ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈൽ, അത് പാരായണം ചെയ്ത് വീട്ടിൻ്റെ അകത്തേക്ക് കടന്നു വന്ന് വുദൂ ചെയ്ത് നമസ്കരിക്കുകയായിരുന്നു. നമസ്കാരമായിരിക്കണം, സലാത്തായിരുന്നു. സലാത്ത് തീരട്ടെ എന്നല്ല, സലാത്ത് വരട്ടെ. എന്നിട്ട് സലാത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനുമായുള്ള സംസാരമായതുകൊണ്ട്
ആ ആനന്ദം അവസാനിക്കാൻ കൊതിക്കാതെ അത് അവസാനിക്കുന്നതിനെക്കുറിച്ച് ബേജാറായി അങ്ങനെയുള്ള ഒരു നമസ്കാരക്കാരാകാൻ, അങ്ങനെയുള്ള സ്വലാത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലം അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.